ഗൈസ്, ഈ മനുഷ്യൻ എന്താ ചേടാ ആരെങ്കിലും വീണാ? ഇതാർന്ന ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളിക്കണ്ണം എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. സിനിമ ഇടക്ക് കേറിയോള്. അങ്ങനെ ഒരു മൂവി ഉണ്ട്. ഇതെപ്പ റിലീസ് ചെയ്ത് ഞാൻ അറിഞ്ഞൊന്നുമില്ലല്ലോ. ഓ, റിലീസ് ചെയ്തിട്ടില്ല, നാളെ റിലീസ് ചെയ്യും. അത് നാളെ പടം റിലീസ്. താരേന് ഇപ്പൊ റിവ്യൂ പറഞ്ഞു നോക്കണ എന്തിനാണ്? എടി, നീ വിചാരിക്കുന്ന പോലത്തെ ഫീൽഡല്ല ഇത്. കോമ്പറ്റീഷൻ ആണ്, കോമ്പറ്റീഷൻ. സിനിമ ഇറങ്ങി 30ാമത്തെ സെക്കൻഡിൽ റിവ്യൂ വീഡിയോ ഏറി പോണം, എന്നാലേ ഈ വ്യൂവേഴ്സും കിട്ടണ ചൊളയൊക്കെ കിട്ടുള്ളൂ. ഇതിനെയാണ് ഫ്രോഡ് പണി എന്ന് പറയണത്. ഫ്രോഡ് തരമല്ല, ഇതാണ് ഡെഡിക്കേഷൻ. ജോലിനുള്ള ഡെഡിക്കേഷൻ. നമ്മ ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് പണ്ട് കാരണമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കണ കാശും കൊണ്ട് തിന്നാ ദഹിക്കോടോ? ആയിടണ ലിഫ്റ്റിക്ക് ചുണ്ടത്ത് നന്നായിട്ട് പതിയുന്നില്ലേ? അപ്പം ഞാൻ തിന്നതും ദഹിച്ചോളൂ. രണ്ടും വാങ്ങിയതേ ഓരോ പൈസക്കാണ്. പിന്നെ നീ ചോദിച്ച ചോദ്യം അണ്ടിപ്പുള്ളിക്കാവിലുള്ള നിന്റെ അമ്മാവൻ്റെ മോനോട് ചോദിച്ചാൽ മതി. ആ ഫുഡ് ബ്ലോഗറില്ലേ, അവനോട്. അവനാണ് ഈ ഹോട്ടലിൽ പോയി തിന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ ഞാൻ ബ്ലോഗറാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോണത്. അവന് ദഹിക്കണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ദഹിക്കും. അതെ, ഏയ് ഒന്ന് എടുത്തോട്ടെ പ്ലീസ്. സജീത്തക്കൻ്റെ മുൻ വർക്കുകൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അയാൾ എങ്ങനത്തെ ഒരു ഡയറക്ടറാണെന്ന്. അമ്മാതിരി ഒരു വർക്കാണ് അയാൾ പിന്നെയും ചെയ്തു വെച്ചേക്കണത്. ഒരു രക്ഷയില്ല. പടം തുടക്കം മുതലേ നമ്മ പടത്തിലോട്ട് എന്നാ വീണ്. പിന്നെ ഒരു ലാഗുമില്ല. അങ്ങനെ കട്ട 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 കട്ടാന്ന് പറഞ്ഞ് അടിച്ച് കയറിയിരിക്കുന്നു. സജീത്തക്കൻ നീ എന്നടാ പണി വെച്ചിരിക്കുക. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ഹാഫാണ്. ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയേ വേണ്ട. അമ്മാതിരി പടമാണ് പണി വെച്ചിരിക്കുന്നത്. അമ്മാതിരി പടം, ഒരു രക്ഷയില്ല. ആരും മിസ്സാക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു നാളെ പടം പൊട്ടിയാ താൻ എന്ത് ചെയ്യും? ഒന്നും പേടിക്കാനില്ല. ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ഇല്ലേ, അതങ്ങോട്ട് സേവ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കും. ഇനി നീ കണ്ടു അടുത്തെന്താണ് പരിപാടി. ഹലോ ഗേസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സജീത്തക്കൻ സംവിധാനം ചെയ്ത വെള്ളിക്കണ്ണം എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പോസിറ്റീവ് എന്ന് തുടങ്ങാം. പോസിറ്റീവ് എന്ന് തുടങ്ങാനായിട്ട് എന്താണ്? പോസിറ്റീവ് ഇല്ല, ഫുള്ള് നെഗറ്റീവ് തന്നെയാണ്. എൻ്റെ പൊന്നെ, ഒരു മലങ്കൾട്ട് മൂവിയായിട്ട് കാണാൻ പോലും പറ്റൂല. BGM ഒരു വഴിക്ക്, സീൻ ഒരു വഴിക്ക്, ആക്ടിങ് വേറെ വഴിക്ക്. എന്താണ് പുള്ളിക്ക് പറ്റിയെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത്ര ഉള്ള കാര്യം. പടം മോശമാണെങ്കിൽ ഈ വീഡിയോ അങ്ങോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യും. പടം നല്ലതാണെങ്കിൽ ആദ്യത്തെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. ഇനിയിപ്പോൾ പടം പോയി കാണണമെന്നൊന്നുമില്ല. ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചാൽ മതി നല്ലതാണോ മോശമാണെന്ന്. സാധനത്തെ സെറ്റാണ്. ഓ നമിക്കണ് പൊന്നെ, ഈ എല്ലാ റിവ്യൂസും ഇങ്ങനെ തന്നെ ഇരിക്കുള്ള. ഈ പണി അറിയണവന് ഇത് പോയി കാണണമെന്നൊന്നുമില്ല. എത്ര പടം നമ്മൾ കണ്ടേക്കണ്. എല്ലാത്തിനും പറയാൻ പറ്റി 3-4 വീട് അങ്ങോട്ട് പഠിച്ചു വെക്കുക. മലങ്കൾട്ടാണെന്ന്, സീറ്റഡാണെന്ന്, ത്രില്ലിംഗ് ആണ്, അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ കൂട്ടി കഴിച്ച് രവിയിൽ പരുവത്തിലാക്കിയിട്ട് അങ്ങോട്ട് അലക്കുക. അത്ര തന്നെ. പൈക്ക അതൊന്നും കണ്ട് പഠിക്കല്ലേ. ചിത്തായിപ്പൂ